ഒരു ബെൻസ് പോകേണ്ട വഴിയാണോ ഇത്? താൻ എൻ്റെ വില കളയോ? ചേട്ടാ നോക്കിയിട്ട് ഞാൻ പൊളിക്കണല്ലേ? നീ ആദ്യം കണ്ണട ഒരു മാറ്റി വെച്ചേ. സ്ക്രാച്ച് വല്ലതും വീണാൽ നല്ല ഇടി മേടിക്കും നീ. കണ്ണടയിലെ കാറിലാ 220 അല്ലേ? ഒന്ന് പോയിട്ടാണ്. ഞാൻ പറഞ്ഞാണ് അയാളെ നമ്മുടെ അടുത്തേക്ക് വിളിപ്പിച്ചാൽ മതി എന്ന്. എവിടെയെങ്കിലും ഒരു ഗുരു ശിഷ്യനെ തേടി പോയിട്ടുണ്ടോ? ശിഷ്യനാണ് ഗുരുവിനെ തേടി പോകേണ്ടത്. അതാണ് ഗുരുകുല സമ്പ്രദായം. അതെ, പുള്ളിക്കാരൻ കുറച്ച് എക്സെൻട്രിക് ആണ്, പക്ഷെ ഉഗ്രം കലാകാരനാണ്. റഷ്യയിലെ ലോകപ്രശസ്തമായ ഷേപ്കിൻ സ്കൂൾ ഓഫ് ആക്ടിങ്ങിന്റെ പ്രൊഡക്റ്റാണ്. പിന്നെ മറ്റുള്ളവർ അറിയുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. മാഷ് നമ്മുടെ ഡ്രൈവറായിട്ട് കൂടെ നിന്നോളും. അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഡെഡ്ഡോ? ഇനി ഇവിടുന്ന് ബോട്ട് പിടിച്ചു പോണോ? അല്ല, വണ്ടി വീട് വരെ വരുന്നതാണ് അയാൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത്. അതുപോലെ ഓട്ടോ ഒക്കെ ആയിരിക്കും. നീ വണ്ടി തിരിച്ചേ. ഞാൻ ഇപ്പൊ വരാം. ഒറ്റ മിനിറ്റ്. Give me 5 minutes. എന്താ? അതെ, ഗുരുവാണ്, മറക്കരുത്. ഗുരുത്വമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ട്രസ്റ്റ് മീ, ദിസ് വിൽ വർക്ക്. എന്റെ അമ്മേ, എത്ര ദൂരം പോണാവോ? ഈ തെണ്ടിക്ക് സിറ്റിയിൽ എങ്ങാനും വെച്ചാൽ പോരായിരുന്ന വീട്. ഓ മോനെ, ആ സൈക്കിളും തരൂടാ. താങ്ക്സ്. അതിന് വാലൂടെ കട്ട് ചെയ്തത്. ഹലോ, ഞാനാ. ഒരു മിനിറ്റ്, ഇതൊന്ന് നോക്കണേ. നോക്കുന്നു പോയി നോക്ക്. പണിയെടുക്കാനാ പറഞ്ഞ, വെറുതെ നോക്കിയിരിക്കാനല്ല പറഞ്ഞ. ഈ ഷെയ്ൻ ഷാ എന്നുള്ള പേരോട് ആരും അറിയില്ലല്ലേ? ഇല്ലില്ല, ഇവിടെ ആശമ്പല്ല. ഓ, അല്ല, ഇവിടെ എന്താ പരിപാടി? വല്ല ആക്ടിംഗ് ക്ലാസ്സോ നാടക ക്ലാസോ സംതിങ് ലൈക്ക് ദാറ്റ്? അല്ല, കമ്മ്യൂണിറ്റി കുക്കിംഗ്. പിള്ളേർ ആക്ടിംഗ് മാത്രം പഠിച്ചാൽ പോരല്ലോ, ലൈഫും കൂടി പഠിക്കണ്ടേ. അതിന്റെ ഡേ കൂടി ആക്ടിങ്ങും. എവിടെ സ്റ്റുഡന്റ്? എവിടെ? അവരുടെ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി ഇത്ര ദൂരം വരാത്തോണ്ട്. വണ്ടി ഇവിടെ വരുള്ളൂ? അല്ല, കുറച്ച് എക്സ്പെൻസീവ് വണ്ടിയാ. വല്ല പോറിൽ വീണാലും മൂപ്പര് ഈ വണ്ടിയുടെ കാര്യത്തിലൊക്കെ കുറച്ചൊരു ടെൻഷനുള്ള ആളാണ്. എന്നാ പിന്നെ അങ്ങോട്ട് പോവാം. ഇത് കണ്ടില്ലേ, ഇതിൽ പുട്ട് പോലെ വരില്ലേ? എനിക്കറിയാവുന്ന, ഞാനൊരു വലിയ ഡ്രൈവറാ, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. പക്ഷെ ലോറിന്ന് വരില്ല കേട്ടോ. അതെന്താ ഇങ്ങനെ വെറുതെ ഇരിക്കണം? അത് ഞാൻ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എന്നാലും അതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായിക്കോളും. അതെ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു പുഷ്, ഒരു ചെറിയ ട്യൂണപ്പ്, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? പിന്നെ ടൈറ്റ് ഷെഡ്യൂളാണ്. കുറേ സിനിമകളുടെ ബാക്ക് ടു ബാക്ക് ഷൂട്ടും, അതിനെല്ലാം പ്രിപ്പറേഷൻസ് ഉള്ള ഒരു സമയം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി. അതൊക്കെ ഓക്കെ, ഒരു വിഷയമില്ല. പിന്നെ എൻ്റെ രീതി കുറച്ച് ഡിഫറെൻ്റാണ്. ബേസിക്കലി പിന്നെ 6 മാസത്തേക്ക് എന്നെ കട്ട് ചെയ്ത് വിടാനും പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ പേയ്മെൻറ്റിൽ ഒരു മാറ്റമില്ലെങ്കിൽ ഞാൻ ഓക്കെ. പേയ്മെൻറ്റിനെ പറ്റി സാറിന് ഒരു പ്രശ്നമല്ല. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു ഇതിനു മുമ്പ്? ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോന്ന് ഞാൻ വിചാരിച്ചത്. അതല്ല, വൈ റഷ്യ? അവിടെ MBBS പഠിക്കാൻ പോയൊരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. ബട്ട് ആക്ടിങ് സൗണ്ട് ചെറിയൊരു ജാട. മാലി തിയേറ്റർ. മാലി? ആ മാലിയല്ല, മെത്തഡാറ്റിൻ്റെ ഈറ്റിലും അറിയില്ലേ? സ്റ്റാലിൻ സ്വാസ്കി, ബോളോസ്വാസ്കി, ആശാമര തട്ടകം. അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ബേസിക്കലി ഞാനൊരു ആധുനിക മനുഷ്യനാണ്. അതായത് നിങ്ങൾ ഈ സാധാരണ ജനങ്ങളെ പോലെ ജൈവികമായിട്ടുള്ള വികാരങ്ങൾ ലൈക്ക് പെയിൻ, ഹേറ്റ്, ഈഗോ, ജാഡ, ഇൻസൾട്ട്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ബിക്കോസ് ഐ എം ആൻ ആക്ടർ. പിന്നെ എല്ലാ തരത്തിലുള്ള വയലൻസിനെ എതിർക്കുന്ന ഒരാളാണ്. ഒട്ടും വയലൻസ് ഇല്ലാത്തൊരു ലോകം, അതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ ആക്ടറായിട്ട് സിനിമയിലൊന്നും ട്രൈ ചെയ്തില്ല? നോ, നെവർ. സിനിമ ഒരുമാതിരി പ്ലാസ്റ്റിക് ആർട്ടാണ്. ഞാനിവിടെ നാടകമൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു. കുട്ടികളെ നാടകമൊക്കെ പഠിപ്പിച്ച്, പിന്നെ PK പറഞ്ഞായിരുന്നു ഒരു കൊച്ചുകുട്ടിനെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണമെന്ന്. ആക്ടിങ്ങിന്റെ ബേസിക്സ് ഒക്കെ ശരിയാക്കി. അതൊക്കെ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്ഥിതിക്ക് ഐശ്വര്യമായിട്ടൊന്ന് ഷെയ്ക്കിൻ്റെ തുടങ്ങാം.
അസോസിയേഷന്റെ പ്രശ്നവും കേസൊക്കെ താങ്കൾ സോൾവ് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ കാലൊടിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പരിഹാരമാണ് ഉണ്ടാക്കിയത്? അന്ന് കാർ ഓടിച്ചിരുന്നത് ഞാനായിരുന്നില്ല, എൻ്റെ ഡ്രൈവറായിരുന്നു. ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ എൻ്റെ കാറിൽ സെറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ദൗർഭാഗ്യവശാൽ എൻ്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരൻ്റെ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ടായി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ചികിത്സാ ചെലവും ഡേവിഡ് പഠിക്കില്ലെന്ന് ഞാൻ വഹിച്ചോളാം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. താങ്കൾ സെറ്റിലൊക്കെ വന്ന് അലമ്പുണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുവെയുള്ള സംസാരം, അത് എത്രത്തോളം ശരിയാണ്? എൻ്റെ കൂടെ ഇതുവരെ സിനിമ ചെയ്തിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് ഇതേ ചോദ്യം തന്നെ ചോദിക്കാമല്ലോ. സാറിന്റെ പടത്തിലെ ഡയറക്ടർ കോശി ഒരു മാധ്യമത്തിൽ പറഞ്ഞത് താങ്കളൊരു ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത വെറും സൂപ്പർ ഹീറോ ചമയുന്ന ഒരു പൊട്ടൻ ചെക്കനാണെന്നാണ്. അത് അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുമുണ്ട്. അപ്പൊ കോശി സാറിന്റെ പടം റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അതൊരു ക്ലോസ് ചാപ്റ്ററാണ്. സോറി, ഞാനായിട്ട് ക്ലോസ് ചെയ്തൊരു ചാപ്റ്ററാണ്. മഞ്ഞൾ വിരിഞ്ഞ പൂവ് സെറ്റിൽ പ്രശ്നമുണ്ടായപ്പോൾ താങ്കൾ ഒളിവിൽ പോയത് താങ്കളുടെ ഭാഗത്ത് ശരിയില്ലാത്തതുകൊണ്ടല്ലേ? ഞാനൊരു ട്രിപ്പ് പോയതാണ്. ഒളിവിൽ പോകാൻ ഞാൻ ക്രിമിനലൊന്നുമല്ല. താങ്കളുടെ ഒരു കാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് ജോഡിയായിരുന്ന നടി ആൻബാവ, അവരോടൊപ്പം മറ്റൊരു സിനിമ വരാത്തത് എന്തുകൊണ്ടാണ്? എല്ലാ സിനിമയിലും ഒരാൾ തന്നെയാവണോ നായിക? അല്ല, നിങ്ങൾ തമ്മിലൊരു ബന്ധം വെച്ച് ചോദിച്ചാണ്. ശരി, മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ തൊഴിലായിരിക്കും, പക്ഷെ അതെന്റെ തൊഴിലല്ല. ഞാൻ പറഞ്ഞതാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതിയെന്ന്. അപ്പോഴാണ് തനിക്ക് സാഹചര്യം സ്മൂത്ത് ആക്കാൻ വേണ്ടി. എന്ത് സാഹചര്യത്തിലും? അപ്പൊ തനിക്ക് പ്രസ് മീറ്റ് ഉണ്ടാക്കാൻ ഇതെങ്ങനെ സോർട്ട് ചെയ്യും? ഈ സാഹചര്യം ഞാൻ സോർട്ട് ചെയ്യാം. തന്നെ താൻ അങ്ങോട്ട് പോയി സോർട്ട് ചെയ്താൽ മതി, എന്നെ വിളിക്കണ്ട. ഗുഡ് മോർണിംഗ്. ഹലോ. നീ എന്താ ഇവിടെ? എന്ത്? അല്ല, ഇയാളെന്താ ഇവിടെ? അഭിനയ പഠനം. ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആണ്, സെറ്റാക്കാം. അപ്പൊ ഇയാളല്ലേ ഈ വണ്ടി ഓടിക്കുന്നത്? അല്ല, ഈ കൂടെ വണ്ടി ഓടിക്കാനൊക്കെ ഒരു തട്ട് മുട്ടോ ചെയ്യുന്നൊക്കെ ഒരു പേടിയാണ്. പിന്നെ എനിക്കൊരു ക്ലച്ചും വേണം, അതുകൊണ്ടാ. അതെങ്ങനെ ശരിയാവും? ഇയാൾ ഡ്രൈവറാണെന്നല്ലേ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞു? മാറ്റി പറയണം. പറയാൻ പോകുന്നില്ലുള്ളൂ. അല്ലെങ്കിൽ ഒരു സുഹൃത്താന്ന് പറയണം, അതും അല്ലെങ്കിൽ സഹോദരാന്ന് പറയണം. ഞങ്ങളെ കണ്ട ഒരേപോലെ ഇല്ലേ? വിശ്വസിക്കും എല്ലാവരും. വെർസെറ്റിൽ ആവേണ്ട ഒരു ആക്ടർ അങ്ങനെയൊക്കെ അല്ലേ? ആകാശമൊക്കെ നോക്കി പോവാം. സൗണ്ട് വരില്ലേ? ഇവിടെയാണോ ഷൂട്ട്? അപ്പൊ എം ജി റോഡിലൊക്കെ പറഞ്ഞാണ് വൈറ്റിലെ ജംഗ്ഷൻ ഷൂട്ടും വെച്ചിട്ട് ബൗൺസേഴ്സ് ഒന്നും ഇല്ലേ? എന്തായി പറഞ്ഞെന്തായി? എവിടെ? ഒന്നും നടന്നില്ല. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടത്തിയെടുക്കണത് നല്ല ബുദ്ധിയുള്ള സ്റ്റുഡൻ്റാണ്. പാവ പൊട്ടന, കുറച്ച് മുടയുണ്ടെന്നുള്ളൂ. നമ്മുടെ താരസമയം പേരിലെ കൊച്ചില്ലേ, അതിനെ അമീർഖാൻ പറഞ്ഞ് പഠിപ്പിക്കില്ലേ? മാഷ് അങ്ങനെ കണ്ടാൽ മതി, മാഷിന് പറ്റും. ഞാനല്ലേ പറഞ്ഞത്. റോബിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സീനാണുള്ളത്. സോ അപ്പൊ എങ്ങനെയായിരിക്കും മോഡസ് ഓപ്പറാൻഡി? എന്താണ്ടി? ഒരു ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും കൂടി മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിലെന്താ? അപ്പൊ എങ്ങനെയായിരിക്കും ഐ കോണ്ടാക്ട്? ഐ കോണ്ടാക്ട് എങ്ങനെയായിരിക്കും? ടേക്കി കണ്ടാ മതി, ചെയ്യുമ്പോ കണ്ടാ മതി. ഓക്കെ. ആംബിയൻസ് സെറ്റ് ചെയ്ത ആരോമല്ലേ? ആ കണക്ക് എഴുതുന്ന ചേട്ടൻ്റെ അടുത്തേ മരം പോലെ ഇരിക്കാതെ എന്തെങ്കിലും ഒക്കെ ഒന്ന് എഴുതിക്കൊണ്ടിരിക്കാൻ പറയാം. ആക്ഷൻ. പോലീസ് അറിയാം. എന്നാ പിന്നെ പോവുകയല്ലേ? എങ്ങോട്ട്? എടാ, നിന്നെ പോലുള്ള ടെററിസ്റ്റുകളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക്. വരാൻ പറ്റില്ല. കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം. അതച്ചേത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തത സ്വധർമ്മം കീർത്തിം സഹിത്വ പാപം അവാപ്സ്യസി. ഈ ടേക്കിനാണ് സംസാരിക്കുന്നത്. ഇതൊന്നും നോക്കാൻ അവിടെ ആരുമില്ലേ? ഞാൻ അങ്ങോട്ട് വരാം.
ഇനീഷ്യലി കുറച്ചുകൂടെ ഇന്റൻസ് ആവായിരുന്നു, അതായത് അവരുടെ ചോദ്യങ്ങൾക്കൊട്ടും ബോധപ്പെടാത്ത രീതിയിൽ. എടാ ഒന്ന് വേഗം ശരിയാക്കണോ? പാല അതെ, ഐ കോണ്ടാക്ട് ആണ് പ്രശ്നം. ഐ കോണ്ടാക്ട്, അതാണ് പുള്ളി കട്ട് പറഞ്ഞത്. അവർ സംസാരിക്കാൻ നേരത്തെ കൂടുതൽ സമയം സീന് മാത്രം നോക്കിയാൽ മതി. ഈ അടുത്ത് നിൽക്കുന്ന പോലീസുകാരനെ ശ്രദ്ധിക്കുകയേ വേണ്ട. ഈ കോൺസ്റ്റബിളോട് ഉത്തരം പറയാൻ നേരത്തും SIനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അയാളെ കൂടെ വെറുതെ ഇഗ്നോർ ചെയ്ത്. ഈ കോൺസ്റ്റബിൾ ചോദിക്കുന്ന മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങളുടെ ഈക്വലായിട്ട് കാണുന്നത് CI മാത്രം. അപ്പം CIയോട് മാത്രം സംസാരിച്ചാൽ മതി. വണ്ടി എവിടെ കൊണ്ടുപോട്. ഇതെന്തിനാ എന്നോടൊന്നും പറയുന്നത്? തള്ളത്തേക്ക് ഇട്ടാൽ മതി. നമുക്ക് ടേക്ക് പോവാം. റെഡി സാർ. Take പോയാലോ? Okay. Action. അതെ, ഐ കോണ്ടാക്ട് ആണ് പ്രശ്നം. ഐ കോണ്ടാക്ട് പഠിപ്പിക്കല്. പോലീസ് കൂടുതൽ സമയം CIനെ മാത്രം നോക്കിയാൽ മതി. നിന്നെ പോലുള്ള ടെററിസ്റ്റുകളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത്? വരാൻ പറ്റില്ല. ഈ അടുത്ത് നിൽക്കുന്ന പോലീസുകാരനെ ശ്രദ്ധിക്കുകയേ വേണ്ട. ഈ കോൺസ്റ്റബിൾ ചോദിക്കുന്ന മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങളുടെ ഈക്വലായിട്ട് കാണുന്നത് CI മാത്രം. കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയാം. ഈ ഐ കോണ്ടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ടാണ് പെർഫോമൻസ് ഭയങ്കര വീക്കായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഷാർപ്പായിരിക്കണം നമ്മൾ നോക്കണം. കൺഫ്യൂഷൻ വേണ്ട. അത്തേണ്ടി പറഞ്ഞ് കേൾക്കട്ടെ. ഫോക്കസ്. എനിക്കൊരു ബ്രേക്ക് വേണം. 5 മിനിറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഐ കോണ്ടാക്ട്. നീ ആരാടാ എന്നെ അഭിനയം പഠിപ്പിക്കാൻ? ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇമാതിരി മേലുപദ്രം ഒരു നല്ല ആർട്ടിസ്റ്റ് എന്ന പരിപാടിയിലുണ്ട്. എന്നെ അഭിനയം പഠിപ്പിക്കാനൊന്നും നീ ആയിട്ടില്ല. നിനക്ക് സിനിമ എന്താണെന്ന് അറിയാമോ? ക്യാമറ എവിടെയാണ് ഇരിക്കുന്നത്, ഏത് ലെൻസാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് അഭിനയിക്കുന്നത്. അല്ലാണ്ട് നിന്റെ സ്റ്റേജിലെ പരിപാടിയല്ല. അല്ലാത്ത ഒരു ആക്ടിങ്ങിന്റെ തന്നോട് ഞാൻ ആക്ടിങ് ചോദിച്ചോ? ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാന്ന്. താൻ സെറ്റിക്കർ ഷൈൻ ചെയ്യാൻ നോക്കിയല്ലോ. ഇപ്പോഴും കാര്യം മനസ്സിലായി. നിങ്ങൾ പഠിച്ചും കുളിന്ന് കേട്ടാ നിങ്ങളുടെ കയ്യിൽ നിന്നോ യു തിങ്ക് ടു മച്ച്. എനിക്കൊരു കുഴപ്പമില്ല. താൻ കാരണം കൊണ്ടാണ് ഞാൻ അവിടെ കൺഫ്യൂസ് ആയി പോയത്. ചെറിയൊരു പ്രശ്നമുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട. ഗെറ്റിംഗ് കൺഫ്യൂസ് ഇസ് ദ ബിഗിനിങ് ഓഫ് ലേണിംഗ്. നമുക്ക് ശരിയാക്കാന്നേ. ഒരു ശരിയാക്കണ്ട. മതി തന്റെ സേവനം. വിട്ടോ. അതെ, സേവനമൊന്നുമല്ല, ഇതെന്റെ ഡ്യൂട്ടിയാണ്. അത് നോക്കിയേ, ഇത് ഞാനല്ല, നിങ്ങളും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങളാണ്. വരുന്നില്ലേ? ആ ഉടമ്പടിയാണ് നിങ്ങൾ കീറിക്കിടന്നത്. ഈ ഓളം വെട്ടുള്ളവന്മാരെല്ലാം കൂടെ എന്റെ തലയിലോട്ടാണല്ലോ വരുന്നത്. ഒന്ന് പോയി തരാം. ഞാനവിടെ പോരാണ് അഭിനയം പഠിപ്പിക്കാൻ വണ്ടി തലയിൽ കുടമാരെ പറ്റി